മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു സഹാബിയോട് ഒരിക്കൽ ഇപ്രകാരം ചോദിക്കുകയുണ്ടായി: ഹൽ ശഹിദ്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദൈനി ഇജ്തമഅ ഫീ യൗമിൻ വാഹിദിൻ. അതായത് താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ രണ്ട് ഈദ് ഒരുമിച്ച് വന്ന ദിവസം താങ്കൾ പങ്കെടുത്തിട്ടുണ്ടോ? ഉദ്ദേശിക്കപ്പെടുന്നത് വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ ഈദും ഒരുമിച്ച് വന്ന ദിവസം താങ്കൾ നബിയുടെ കൂടെ ഹാജരായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി: അതെ, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു: എങ്കിൽ കൈഫ സനഅ, എപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പ്രവർത്തിച്ചത്? അപ്പോൾ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറയുകയാണ്: സ്വല്ലൽ ഈദ സുമ്മ റഖസ ഫിൽ ജുമുഅ ഫഖാല മൻ ശാഅ അൻ യുസല്ലിയ ഫൽയുസല്ലി. പ്രമുഖരായ ധാരാളം മുഹദ്ദിസുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സഹിഹായ ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ദിവസം ഈദ് നമസ്കാരം നിർവഹിച്ചു. സുമ്മ റഖസ ഫിൽ ജുമുഅത്തി, പിന്നീട് അവിടുന്ന് ജുമുഅ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: മൻ ശാഅ അൻ യുസല്ലിയ, ആരെങ്കിലും നമസ്കരിക്കാൻ ജുമുഅ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയുസല്ലി, അവൻ നമസ്കരിക്കട്ടെ എന്ന്. ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ഇതേപോലെയുള്ള ഒരു ദിവസത്തിൽ ഖദ് ഇജ്തമഅ ഫീ യൗമികും ഹാദാ ഈദാനി, ഇതാ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങൾ, രണ്ട് ഈദുകൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്, അഥവാ ജുമുഅയും പെരുന്നാളും. ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ജുമുഅക്ക് പകരം അവന് ഇത് മതിയാകുന്നതാണ്. വ ഇന്നാ മുജമ്മിഊൻ, എന്നാൽ തീർച്ചയായും ഞങ്ങൾ ജുമുഅ സംഘടിപ്പിക്കുന്നവരാണ്. ഞങ്ങളിവിടെ ജുമുഅ സംഘടിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ സാധ്യതയില്ലാത്ത ആളുകൾക്ക്, വരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവർക്ക് വിരോധമില്ല, അവരുടെ ജുമുഅ അവർക്ക് നിർബന്ധമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ കേട്ട ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിൽ ഈ വിഷയത്തിൽ സൗദി അറേബ്യയിലെ പ്രസിദ്ധരായ ഫത്വ ബോർഡ് ലജ്നത്തുദ് ദായിമ അവരോട് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ ഇപ്രകാരമാണ് ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ പോയിന്റായി പ്രത്യേകം എടുത്തു പറഞ്ഞത്. നമ്മളത് മനസ്സിലാക്കുക. ഒന്നാമതായി, പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. പ്രത്യേകിച്ചും ദൂരദേശത്തു നിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ആ വീക്ഷണക്കാരനാണ്. ദൂരദേശത്തു നിന്നുള്ള ആളുകൾക്കാണ് അങ്ങനെ അവർക്ക് അളവുള്ളത്, അവർക്കൊന്നും വരേണ്ടതില്ല, ഏതിലെങ്കിലും ഈ പെരുന്നാളിൽ മാത്രം പങ്കെടുത്താൽ മതി എന്ന വീക്ഷണമാണ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളത്. എന്നാൽ രണ്ടിലും പങ്കെടുക്കലാണ് കൂടുതൽ പുണ്യകരം, ഉത്തമം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരാൾ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു, ഇനിയിപ്പോൾ അയാൾക്ക് ജുമുഅക്ക് വരണമെങ്കിൽ കുറേ ദൂരെയാണ്, അല്ലെങ്കിൽ അയാൾ ജുമുഅക്ക് വരാൻ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ട് എങ്കിൽ മറ്റു ദിവസങ്ങളെ പോലെയല്ല ജുമുഅ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പെരുന്നാളിന്റെ നിസ്കാരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജുമുഅ സാധാരണ വെള്ളിയാഴ്ചകളിലെ പോലെ അയാൾക്ക് നിർബന്ധമില്ല. എന്നാൽ അതിന്റെ അർത്ഥം അയാൾ ഇങ്ങനെ മടിപിടിച്ച് വീട്ടിലിരിക്കണമെന്നാണോ? അല്ല. അയാളുടെ അടുത്ത് പള്ളികളുണ്ട്, സൗകര്യം ഉണ്ടെങ്കിൽ അയാൾ ജുമുഅക്കും പോകൽ തന്നെയാണ് ഉത്തമം. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. മുഴത്തിന് പള്ളികൾ, ഓരോരുത്തരുടെയും താമസ സൗകര്യങ്ങൾക്ക് അടുത്ത് തന്നെ പള്ളികളുണ്ട്, ജുമുഅ അവിടെ നടക്കുന്നുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ആ ജുമുഅയിൽ കൂടി പങ്കെടുക്കലാണ്, രണ്ടും നിർവഹിക്കലാണ് പുണ്യകരം. ഈ കാര്യമാണ് ഒന്നാമതായി അവർ എടുത്തു പറഞ്ഞത്. രണ്ടാമതായി എടുത്തു പറഞ്ഞത്, ഇത് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമാണ് ഈ ഇളവ്. ആരെങ്കിലും വ്യക്തികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമുഅ നിർബന്ധം തന്നെയാണ്. അപ്പൊ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ജുമുഅയുടെ കാര്യത്തിൽ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുകൊണ്ട് ളുഹ്ർ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ളുഹ്ർ അതുകൊണ്ട് നിർബന്ധ ബാധ്യത ഇല്ലാതാകുന്നില്ല. ചിലരൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് അയാൾക്ക് പിന്നെ ജുമുഅയും വേണ്ട, പകരം ളുഹ്റും നിസ്കരിക്കേണ്ടതില്ല എന്ന ഒറ്റപ്പെട്ട ചില വീക്ഷണക്കാരുണ്ട്. അത് ശരിയല്ല. മറിച്ച് ആ ജുമുഅയിൽ ഒരാൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല, ജുമുഅക്ക് ഒരാൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ളുഹ്ർ 4 റക്അത്ത് നിസ്കരിക്കൽ അയാൾക്ക് നിർബന്ധം തന്നെയാണ്.